സാർ, ഇപ്പം ഫ്രാൻസിൽ രാഷ്ട്രീയ അസ്ഥിരതയാണ് നിലനിൽക്കുന്നത്. അവിടെ പ്രധാനമന്ത്രിമാർ വാഴുന്നില്ല. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ഏത് നിമിഷവും രാജിവെച്ചേക്കാവുന്ന അവസ്ഥയിൽ. എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ? അങ്ങനെയാണ് പുതിയ റിപ്പോർട്ടുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ മാക്രോണിൻ്റെ മുകളിൽ സമ്മർദ്ദമുണ്ട്. ഫ്രാൻസിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ രാജിവെക്കണം എന്ന് ആ പാർട്ടിയിൽ നിന്ന് തന്നെ മുൻപ് പ്രധാനമന്ത്രി ആയിരുന്ന ആളുകളുമൊക്കെ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. കാരണം പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. കാരണം ഈ ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടന്ന അധികം കാലമൊന്നും ആയില്ല, ഇപ്പോൾ ഭൂരിപക്ഷമില്ല. അപ്പോൾ അതുകൊണ്ട് മാറി മാറി ഓരോരുത്തരെ പ്രധാനമന്ത്രിമാരായിട്ട് കൊണ്ടുവരിക, അവർ രാജിവെക്കുക, പോവുക, നാണം കെട്ട പരിപാടിയാണല്ലോ. അതുകൊണ്ട് പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തുക, പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് ഒരു സമ്മർദ്ദം മാക്രോണിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ രാജ്യത്തിനായി രാജിവെക്കൂ എന്ന് പ്രസിഡന്റിൻ്റെ മുകളിൽ മുമ്പത്തെ പ്രധാനമന്ത്രിമാർ തന്നെ ഉപദേശിക്കുന്ന ഘട്ടമാണിപ്പോൾ. 2017 മുതൽ മാക്രോൺ അവിടെ പ്രസിഡൻ്റാണ്. ഈ തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം 7ാമത്തെ പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെകോർണു രാജിവെച്ചു. ബുധനാഴ്ച വൈകിട്ട് വരെ മുന്നണി സർക്കാർ ഉണ്ടാക്കാനായിട്ട് ലെകോർണുവിന് സമയം കൊടുത്തിട്ടുണ്ട്, ഒരു അന്ത്യശാസനം. ബുധനാഴ്ച വൈകുന്നേരം വരെ സമയം തരാം, ഒരു മന്ത്രിസഭ ഉണ്ടാക്കുക എന്ന് ലെകോർണു. അയാൾ ഓൾറെഡി രാജിവെച്ച് പോയതാണ്. ഇനി ശ്രമിച്ചാൽ എന്ത് നടക്കാനാണ്? അപ്പോൾ പാർലമെൻറ്റ് പിരിച്ചുവിടുക എന്നുള്ളതാണ് മര്യാദയ്ക്ക് ചെയ്യാവുന്നൊരു സംഗതി. പാർലമെൻറ്റ് അവിടെ 2 സഭകളുണ്ട്, നമ്മുടെ ഇവിടെ പോലെ തന്നെ രാജ്യസഭ ലോക്സഭ പോലെ. അപ്പോൾ പാർലമെൻറ്റ് പിരിച്ചുവിടുക, ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുക, ഇതാണ് മര്യാദയ്ക്കുള്ള ഒരു പോംവഴി. ചൊവ്വാഴ്ച വൈകിട്ട് പാർലമെൻറ്റ് സ്പീക്കർമാരുമായിട്ട്, 2 സഭയിലും സ്പീക്കറുണ്ടല്ലോ, 2 സ്പീക്കർമാരുമായിട്ട് ഒരുമിച്ചല്ല വെവ്വേറെ ചർച്ച നടത്തിയ മാക്രോൺ. സാധാരണ ഇങ്ങനെ 2 സ്പീക്കർമാരെയും ഒരു പ്രസിഡന്റ് ഫ്രാൻസിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം പാർലമെൻറ്റ് പിരിച്ചുവിടുക എന്നാണ് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് അവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നു. 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് 3 പ്രധാനമന്ത്രിമാർ ഇപ്പോൾ അവിടെ വന്നു. മാക്രോണിൻ്റെ ക്യാമ്പിൽ തന്നെ വലിയ നിരാശയാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ 2027 വരെ മാക്രോൺ തുടരുമെന്ന് ഇപ്പോൾ പുറത്തു പോകുന്ന വക്താവ് ഒറോർ ബെർഗെ പറഞ്ഞു തുടരുമെന്ന്. അത് വെറുതെ പറഞ്ഞായിരിക്കും. പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദം വന്നാൽ മാക്രോണിനും പുറത്തു പോകേണ്ടി വരും. മുൻ പ്രധാനമന്ത്രി എഡ്വേർഡ് ഫിലിപ്പെ 2017 മുതൽ 20 വരെ പ്രധാനമന്ത്രിയായിരുന്ന എഡ്വേർഡ് ഫിലിപ്പെ ആണ് പറഞ്ഞിരിക്കുന്നത്, ബജറ്റ് പാസ്സാക്കി കഴിഞ്ഞിട്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കണം, മാക്രോൺ രാജിവെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി എഡ്വേർഡ് ഫിലിപ്പെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് കുറച്ച് തീക്ഷ്ണമായ ആവശ്യമാണെന്ന് ഫ്രഞ്ച് പത്രങ്ങളിൽ പറയുന്നുണ്ട്. ഇങ്ങനെ രാജിവെക്കണം, ബജറ്റ് പാസ്സാക്കിയിട്ട് രാജിവെക്കണം എന്ന്. ലേ പരീസിയൻ പത്രം പറഞ്ഞിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ബോംബാണ് എന്നാണ്. അപ്പോൾ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ ഈ മറിൻ ലേപ്പൻ ഉണ്ടല്ലോ, ലേപ്പനിന് വേണമെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ജയിക്കാം. പക്ഷേ ലീപ്പനിനെതിരെ ഒരു അഴിമതി കേസുണ്ട്. അതുകൊണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് കോടതി ഉത്തരവെങ്ങാനും വന്നാൽ ലേപ്പനിന് മത്സരിക്കാൻ പറ്റില്ല. 2027 മാക്രോണിന് മത്സരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ടേമൊക്കെ കഴിയുകയാണ്. ഫിലിപ്പെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, മുൻ പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് ഫിലിപ്പെ ഇയാൾ രാജിവെക്കണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന്. അപ്പോൾ ഫിലിപ്പെ ആവശ്യപ്പെട്ടിരിക്കുന്ന മാക്രോൺ അന്തസ്സ് കാട്ടണം, രാജ്യത്തിന് ദോഷം വരുത്തരുത്, ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരുന്നാണ്. ചെയ്യാവുന്നത് 8ാമത്തെ ഒരു പ്രധാനമന്ത്രിയെ വെച്ച് നോക്കാം. വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ഇന്നത്തെ അവസ്ഥയിൽ, ഭൂരിപക്ഷമില്ല. കഴിഞ്ഞ കൊല്ലം നടന്ന തെരഞ്ഞെടുപ്പിൽ ത്രിശങ്കു സഭ ആണ് ഉണ്ടായത്.
അപ്പോൾ തീവ്ര വലതുപക്ഷം ശക്തമായി. ഇയാൾ ഇടതുപക്ഷത്തിനെയൊക്കെ കൂട്ടുപിടിച്ചൊരു മന്ത്രിസഭ തല്ലിക്കൂട്ടി. അങ്ങനെയാണല്ലോ പ്രധാനമന്ത്രിമാരുണ്ടായി രാജിവെച്ച് പോകുന്നത്. അതെ. തിങ്കളാഴ്ച സീൻ നദിക്കരയിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഈ മാക്രോണിൻ്റെ ഒരു ചിത്രം വന്നിരുന്നു. ആരോടെ ഫോണിൽ സംസാരിക്കുന്നു, പക്ഷെ ഒറ്റപ്പെട്ട പോലെ ഏകാഗിയായിട്ട് നദിക്കരയിൽ നടക്കുന്ന ചിത്രം വന്നിരുന്നു. ലേക്കോർണു ചൊവ്വ ബുധൻ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ചർച്ചകൾ അവിടെ നടത്തുന്നുണ്ട്. പക്ഷെ അത് എങ്ങും എത്തുന്നു തോന്നുന്നില്ല. പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ കഴിയില്ല. ഇടതുപക്ഷം 2023 പെൻഷൻ റീഫോം അത് സസ്പെൻഡ് ചെയ്യണം എന്ന് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നു. കാരണം പെൻഷനൊക്കെ പുനഃസ്ഥാപിക്കണം, വെട്ടിക്കുറച്ചത് ശരിയല്ല എന്നൊക്കെ ഇടതുപക്ഷം പറയുന്നു. ലേ പെൻ പറയുന്നത് ഈ സ്ഥാനാർത്ഥിത്വം, ലേ പെൻ്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കോടതി കേസും അഴിമതിയൊക്കെ ഉള്ളതുകൊണ്ട് സംശയമാണ്, മാക്രോൺ രാജിവെക്കണമെന്ന് ലേ പെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലേ പെന്നിനെ കോടതി തടഞ്ഞാൽ, പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തടഞ്ഞാൽ, അവരുടെ അനുയായി ജോർദാൻ ബൊർദല്ല പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാം. ഈ പേര് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ അടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ് ജോർദാൻ ബൊർദല്ല ആകാം. അപ്പോൾ പ്രധാനമന്ത്രി ആയിട്ട് ഇടതുപക്ഷത്തു നിന്നൊരാൾ വേണമെന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് ഒലിവിയർ ഫോറെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷവും ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ പ്രധാനമന്ത്രി വേണമെന്ന്. തീവ്ര വലതുപക്ഷത്തിനും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഇടതുപക്ഷത്തിനെയൊക്കെ ചേർത്ത് ഒരു അവിയൽ സഖ്യം അവിടെ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ മാക്രോണിൻ്റെ ദിവസങ്ങൾ തന്നെ എണ്ണപ്പെട്ടു എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ യൂറോപ്പും റഷ്യയുമായിട്ട് അല്ലേ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലുള്ളപ്പോൾ സാർ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കൻ നിലപാടുകളോട് ഒട്ടും യോജിപ്പ് പ്രകടിപ്പിക്കാത്തതാണ് ഇമ്മാനുവൽ മാക്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫ്രാൻസിലുണ്ടാകുന്ന ഒരു അസ്ഥിരത അത് അങ്ങനെ നടന്നോട്ടെ എന്ന് അമേരിക്ക കരുതും. കാരണം വലിയൊരു എതിരാളിയാണല്ലോ ഫ്രാൻസ്. അപ്പോൾ അവിടുത്തെ സാമ്പത്തിക നിലയൊക്കെ തകർന്ന കാര്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് മറ്റാരെങ്കിലും ഒരു സഹായം കിട്ടുമോ? യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കാനോ മറ്റ് രാജ്യങ്ങളുടെ ഒരു പിന്തുണ നേടിയെടുക്കാനോ? ഇതിൻ്റെ അകത്ത് ആകെയുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ വലതു തീവ്രപക്ഷം ജോർദാൻ ബൊർദല്ലയോ ലീപ്പെന്നോ പ്രസിഡൻ്റായിട്ട് വരുന്നതിൻ്റെ അകത്ത് താല്പര്യമില്ലാത്ത ഒരു തീവ്ര വലതുപക്ഷം അവിടെ വരരുതെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലുമേ മാക്രോണിനെ സഹായിക്കേണ്ടതുള്ളൂ. അതല്ലാതെ ആരും സഹായിക്കേണ്ടതില്ല. പക്ഷെ തീവ്ര വലതുപക്ഷത്തിൻ്റെ കൂടെ ജനങ്ങൾ കൂടി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുസ്ലിം കുടിയേറ്റത്തിനെതിരെയാണല്ലോ യൂറോപ്പിലെ ഈ തീവ്ര വലതുപക്ഷം നിലകൊള്ളുന്നത്. തീവ്ര വലതുപക്ഷം അവിടെ ജയിക്കുന്നതും ഈ മുസ്ലിം കുടിയേറ്റത്തിനോടുള്ള ക്ഷോഭം കൊണ്ടാണ്. ഒരുപാട് പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ബ്രിട്ടനിൽ 1.5 ലക്ഷം പങ്കെടുത്തില്ല. ബ്രിട്ടനിൽ നടന്ന ഇതില്, അതുപോലെ ജർമ്മനിയിൽ ഈ പ്രശ്നമുണ്ട്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് ബ്രിട്ടനിൽ വലിയ വിഷയമാണിത്. കാരണം അവിടെ ഒരുപാട് മേയർമാർ തന്നെ ഉണ്ടല്ലോ. പാക് വംശജരായിട്ടുള്ള അതെ, 1 ഡസനിലധികം മേയർമാരും ഒക്കെ ഉണ്ട്. ലണ്ടൻ മേയർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.